എടാ അവൾ ഈ ഫോണിൽ വിളിക്കട്ടെ, അപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കാം. ആ സമയത്ത് നീ ഹോസ്റ്റലിന്റെ അകത്ത് കയറണം, ആരും കാണരുത്. എന്നോട് ഫോണിൽ സംസാരിക്കുന്ന പെണ്ണ് ആരാന്ന് നിനക്ക് കണ്ടുപിടിക്കാലോ. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചാ മതി, നിനക്കും കണ്ടുപിടിക്കണ്ടേ? വാ. എടാ അപ്പൊ അവളോട് ഇവിടുന്ന് ഫോണിൽ ആരും സംസാരിക്കും? അതിനോട് ഒരാൾ അറേഞ്ച് ചെയ്ത് പോരാ നമുക്ക്. റൂം നമ്പർ ചോദിക്കും, ഞാൻ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കാം. വേണ്ട, ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം പോലും അവളോട് പറയണ്ട. ഓൾ ദ ബെസ്റ്റ്. ഹലോ, ഇതെന്താ കാലത്തെ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ മുന്നിൽ വന്നു നിന്ന് പരുങ്ങണേ? അയ്യോ കുട്ടി ഈ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? ഞാൻ അറിഞ്ഞിട്ട് വന്നൊന്നുമല്ല കേട്ടോ. ഏതാ റൂം നമ്പർ? ഈ വേലകളൊക്കെ മനസ്സിലിരിക്കട്ടെ. ഫോൺ നമ്പറും റൂം നമ്പറും ഒക്കെ അറിഞ്ഞാ പിന്നെ എന്നെ എളുപ്പം കണ്ടുപിടിക്കാലോ അല്ലേ? ഓ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എങ്കിൽ പറയണ്ടേ, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ആളെ കിട്ടി. എന്നെ പോലെ വെളുത്ത പെണ്ണ്, കറുത്ത ചുടിദാർ. വെളുത്ത പെണ്ണ്, കറുത്ത ചുടിദാർ. വെളുത്ത പെണ്ണ്. എന്താ ചുമ്മാ എന്നെ കളിയാക്കാൻ വേണ്ടി പറയണതല്ലേ? ഇവളും സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ രണ്ടുപേരിൽ ഒരുത്തിയാണ്. ഇതേതാണ് അവ റൂം നമ്പർ? അതാദ്യം കണ്ടുപിടിക്കാം. എവിടെയുള്ളേ? എല്ലാവരും ഉണ്ടോ അവിടെ? അപ്പോ നല്ല രസമായിരിക്കും അല്ലേ? യോ, ഇവളും സംസാരിക്കണുണ്ടല്ലോ. ഇനി ഇവളായിരിക്കും. ദൈവമേ, ഇവളുമാരെല്ലാരും അവനോടാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? കള്ളനും കയറിയാ? കള്ളന് കയറാൻ കണ്ട സമയം ഇവരെന്താ ബൗൾ ചെയ്യണം? അയ്യോ വീഴല്ലേ, നേരത്തെ താഴെ വീണു. ഓടി വേണോ, എന്നെ അടിക്കല്ലേ പടകളെ. ഞാൻ കള്ളനല്ലേ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനി അല്ല ഏതൊരു പ്രാന്തം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഓ ശരി, വെക്കട്ടെ. ഞാൻ വൈകിട്ട് വിളിക്കാം. വെക്കല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശരിയാ. അയ്യോ നീലേന്ദ്രൻ, വൈകിട്ട് വിളിക്കണേ. ദൈവമേ, എല്ലാവരും മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. പിടിച്ചു വലിക്കല്ലേ, വിജാവരിയൊക്കെ വിട്ടിരിക്കുന്നു. ഒന്നങ്ങടെ വിട്ടു പറയാം. കുഴപ്പമൊന്നുമില്ല, ഒന്ന് വീണതാ. കൈ വീണതാ. അതെ, കോളേജ് കുട്ടികളുടെ 10-40 പേരെങ്കിലും കാണും ഇല്ലേ ജയകൃഷ്ണൻ സാർ? വെറും 3-4 പേരെ ഉണ്ടായുള്ളൂ. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും ആദ്യത്തെ അടി കാരണത്തായിരുന്നേ. അതോടെ ഒരാളെ 10 കാണാൻ തുടങ്ങി. പിന്നെ വീണതാന്ന് പറഞ്ഞു? അതെ, അടി തെറ്റി വീണതാ. എവിടെന്ന്? ഒറ്റടിയും തെറ്റിയിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്. പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ദൈവമേ, അപ്പൊ തല്ലു കിട്ടിയതാ? വീണതൊന്നും അല്ലല്ലേ? വീണ് ഞാൻ എല്ലാവരുടെ കാലയിൽ വീണ്. അതോടെ അടി നിർത്തി. പിന്നെ ചവിട്ടു തുടങ്ങി. എന്തിനാ പോയി തല്ലു മേടിച്ചേ? ആര് മേടിച്ച്? അവര് തന്നതല്ലേ. ആ സമയത്ത് ജേഷൻ ഉണ്ടായിരുന്നില്ലേ കൂടെ? അപ്പൊ എനിക്കൊരു ഫോൺ വന്നു. അതിന്റെ ഇടയിൽ ആ ഒരു ഫോണാണ് എനിക്ക് ഈ തല്ല് മുഴുവനും മേടിച്ചു തന്നത്. മല്ലികേ, ഇത്തിരി വെള്ളം ചൂടാക്കിയേ, എന്നെ ഒന്ന് പുഴുകിയെടുക്കട്ടെ. ആ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിച്ച എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണേ.